ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് പ്രാക്ടിക്കലാണ്. അതായത് എൻ്റെ ഓൾറെഡി പ്രാക്ടിക്കൽ കഴിഞ്ഞു. ഇന്ന് എൻ്റെ ഫേഷ്യൽ ചെയ്യാണ്. ഓൾറെഡി ഇതിന് മുൻപ് ക്ലീനപ്പ് ചെയ്തപ്പോൾ എൻ്റെ മുഖം നന്നായി ഡ്രൈ ആയി. എൻ്റെ മുഖത്തിൻ്റെ സ്കിന്നൊക്കെ പൊളിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. ഫേഷ്യലിൻ്റെ കൂടെ ബ്ലീച്ചും ചെയ്യണം. അപ്പം എല്ലാ ബ്ലീച്ചും നമുക്ക് എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ പാച്ച് ടെസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ബ്ലീച്ചിൽ 2 ബ്ലീച്ചുണ്ട്. അതിലൊരു ബ്ലീച്ച് എനിക്ക് ഇത്തിരി പ്രോബ്ലം ഉണ്ട്. ആ ബ്ലീച്ച് ഞാൻ യൂസ് ചെയ്യുന്നില്ല. മറ്റൊരു ബ്ലീച്ച്, അതായത് ടാൻ റിമൂവ് ചെയ്യുന്ന ബ്ലീച്ചാണ്. അപ്പം എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ചെയ്ത് നോക്കാം. ചെയ്തിട്ട് ഓക്കെ ആവുമെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ മുഖത്ത് ഫേഷ്യലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യുന്നത് മുഴുവൻ ഹോം റെമഡീസ് മാത്രമാണ്. ചെയ്യാൻ പോവുകയാണ്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ ഇല്ലടാ അതെയാ ശരിക്കും കൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഗായ്സ്. ഈ ഒരു ബ്ലീച്ചാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഫേഷ്യൽ. ഓക്കെ, ഒന്നിതാ ഇവിടെ ഉണ്ട്. ഇതാ ഓക്കെ, ഇതാ ഇത്രയുണ്ട്. എത്ര സ്റ്റെപ്പാണ് ഉള്ളത്? 5 അല്ലേ? 6 ആ 6. എടാ ഒന്ന് ഇവിടെ ഇല്ല, 5 അല്ലേ? 5. അപ്പോൾ 5 സ്റ്റെപ്പിൻ്റെ ബ്ലീച്ചാണ്, ഫേഷ്യലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇന്ന് എൻ്റെ രൂപ എന്താവിനൊക്കെ. ഓക്കെ, മുഖമൊക്കെ കഴുകിയിട്ടുണ്ട്. ഇത് പറിക്കട്ടെ. അല്ല പറയുന്ന വിചാരിച്ച സോറി നഖമൊന്നുമില്ല. ഇവിടെ ആദ്യം എന്തെന്നാ ചെയ്യാൻ പോണേ? ക്ലെൻസ് ചെയ്യാൻ വേണ്ടേ? ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ മിസ്സിൻ്റെ പെർമിഷൻ ആദ്യമേ എടുത്തിട്ടാണ് ഫോൺ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ക്ലാസ് ടൈമിൽ ഫോൺ അനുവദനീയമല്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഫേഷ്യലിൻ്റെ എല്ലാ സ്റ്റെപ്പും കാണിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻ വോയിസ് ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ എഴുതിയോ ഇവിടെ കാണിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു പാർലറിൽ പോയിട്ട് നിങ്ങൾ ഫേഷ്യൽ ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെയാകുമ്പം അതിൻ്റെ ഫേസ് മസാജും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല, നിങ്ങളുടെ സ്കിൻ ഏതാണെന്നും അതായത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നും അതിനു പറ്റിയ ഫേഷ്യൽ ഏതാണെന്നും ഒക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഒരു കോസ്മെറ്റോളജിസ്റ്റിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും നല്ലത് ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ സ്വന്തമായി ചെയ്യുന്നതിന് പകരം ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഈ വീഡിയോയിൽ കൂടുതലായും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സായിട്ട് വാഹനങ്ങളുടെ നോയ്സ് കേൾക്കുന്നുണ്ടാവാം. കാരണം നമ്മുടെ കോളേജ് റോഡ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഞാനിന്ന് ചെയ്യുന്നത് ബ്ലീച്ചും ഫേഷ്യലും കൂടെയാണ്. ബ്ലീച്ച് തന്നെ നമുക്ക് 2 തരത്തിലുണ്ട്. നമുക്ക് ഒന്ന് വൈറ്റ്, നമ്മുടെ മുഖം ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് വൈറ്റായിട്ട് കാണാൻ വേണ്ടി, എന്ന് വെച്ച് വെളുത്ത് പാറുമെന്നല്ല, നമ്മുടെ സ്കിന്ന് ഒന്നും കൂടെ ഒന്ന് ക്ലിയറായി നമ്മുടെ മുഖത്തുള്ള രോമങ്ങളൊക്കെ ഒന്ന് ബ്ലാക്ക് കളറുള്ള രോമങ്ങളിലൊക്കെ ഒരു ഷെയ്ഡ് വന്ന് ഒരു പൂച്ചരോമം പോലെയായി നമ്മുടെ മുഖത്തിന് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ബ്ലീച്ച്. രണ്ടാമതുള്ളത് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനുള്ള ബ്ലീച്ച്. അങ്ങനെ 2 ബ്ലീച്ചുകളാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ ഒരു ബ്ലീച്ച് യൂസ് ചെയ്താണ് നമ്മളിന്ന് ബ്ലീച്ച് ചെയ്യുന്നത്. ഇത്രയും കാലം എൻ്റെ ഒരു വിചാരം എൻ്റെ സ്കിന്ന് നോർമൽ സ്കിന്നാണ് എന്നാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഈ ഒരു കോഴ്സിന് ചേർന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്കിന്ന് നോർമലല്ല, സെൻസിറ്റീവ് സ്കിന്നാണ് എന്ന് മനസ്സിലായത്. കാരണം എനിക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇറിറ്റേഷൻ വരികയും എനിക്ക് ചൊറിച്ചിൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലീച്ചാണ്. ഇത് 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് ഫേഷ്യലിൻ്റെത് പോകുന്നത്. അപ്പം നിങ്ങൾക്കതൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരിക്കലും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയം. ഓരോ സ്റ്റെപ്പ് കഴിയും തോറും ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ അല്ലെങ്കിൽ ചുവപ്പോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും തന്നെ ഇല്ലാതെ എനിക്ക് ഈ ഫേഷ്യൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം.
വെള്ളത്തിൽ കഴുകി. എനിക്കിഷ്ടായില്ല ഇതിന്റെ സ്മെല്ല്. ഇഷ്ടായി? എന്തോരം സ്മെല്ല്. പാടില്ല. ഐസ് ഐസ് നമ്മളെ വടകര ഭാഷ എല്ലാവർക്കും മനസ്സിലാവില്ല. മനസ്സിലാവുന്നവരുണ്ട്. എന്നാലും എല്ലാ ജില്ലക്കാർക്കും നമ്മുടെ ഭാഷ മനസ്സിലാവും. അതെന്താ കണ്ണിലെഴുതി? ഞാൻ വിചാരിച്ചു കണ്ണില് മുളക് പൊടി ഇരിക്കുന്നത്. ഇനി മിണ്ടരുത്, നീ കളക്കി. എടാ എന്റെ കാൽമില്ല, വയറ് മാറ്റ്. ഇനി ഫേസ് പാക്ക് ഇടാം. ഗായ്സ്, അങ്ങനെ എൻ്റെ ഫേഷ്യൽ കഴിഞ്ഞു. എൻ്റെ മുഖം കണ്ടോ നിങ്ങൾ? ഇതൊരു ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ടുള്ള മുഖമാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല ക്ലിയർ ഉണ്ട്. സുന്ദരിയായിനോ? ആര് ചെയ്തതിനും കൂടെ പറയാം. അതിന് കാണിച്ചു കൊടുക്കാം. വാ വാ കാണിച്ചു കൊടുക്കാം. അതിന് ഗായ്സ്, എന്റെ പ്രിയ സുഹൃത്തായ പറയട്ടെ, നീ വാ. കാണിച്ചെന്താ? വാ. ഒരു മുഖല്ലേ, വേറൊന്നുമല്ലല്ലോ. അപ്പം എനിക്ക് ഷിജിനെയാണ് ഇത് ചെയ്തത്. അപ്പം നല്ലോണം ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു ഷിജിന, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. വീഡിയോയിൽ വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല, മടിച്ചിയാണ്. അപ്പം പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം. ഗായ്സ്, അങ്ങനെ എൻ്റെ ഫേഷ്യലൊക്കെ കഴിഞ്ഞ് മുഖത്തിന് കുഴപ്പമൊന്നും ഇപ്പോൾ ഇല്ല. ഞാനൊന്ന് എന്താ പറയുക, മുഖം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അതായത് സൺസ്ക്രീൻ ഇട്ടു, മുഖത്ത് ഒരു പൊട്ട് വെച്ചു, സിന്ദൂരം ഇട്ടു. അപ്പോൾ അത്രേ ചെയ്തിട്ടുള്ളൂ. ലിപ്സ്റ്റിക് ഇട്ടു. അപ്പോൾ അത്രേ ചെയ്തിട്ടുള്ളൂ. കൂടുതലായിട്ട് നമുക്ക് മുഖത്ത് ക്രീമുകളോ കാര്യങ്ങളോ വെണ്ടല്ലടാ, കൂടുതലായിട്ട് നമുക്ക് ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഫേഷ്യൽ ചെയ്ത മുഖമല്ലേ. അപ്പം ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താടാ, ഫുഡ് വേണോനാ? ഞാൻ വരും. അപ്പം ഫുഡ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഫുഡ് പോയി കഴിക്കട്ടെ. അർഷിനയല്ലേ? അർഷിക. ഇവിടെ ഒരു അർഷിനയും അർഷികയുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് എപ്പോഴും മാറിപ്പോവും. ഓക്കെ, അപ്പം ഫുഡ് ഞാനിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല, എന്നോട് മറന്നുപോയി. അപ്പം ഫുഡ് കൊണ്ടുവന്നവർ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ പോയി കഴിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.